നമസ്കാരം പ്രിയപ്പെട്ടവരെ, ദൈവദശകത്തിലെ 6-ാമത്തെ ശ്ലോകം നോക്കാം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഇവിടെ ആചാര്യൻ പറയുന്നതല്ലയോ ദൈവമേ, പ്രപഞ്ച സൃഷ്ടിക്ക് ഹേതുഭൂതമായ ദൈവശക്തിയും അങ്ങു തന്നെയാണ്. നീയല്ലോ മായയും എന്നാണ്. മായ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്കു കാരണമായ ദൈവശക്തി. അങ്ങു തന്നെയാണ് ആ ദൈവശക്തിയെ പ്രവർത്തിപ്പിക്കുന്ന ഐന്ദ്രജാലീയനും, അതായത് മായാവിയും അങ്ങു തന്നെയാണ് എന്നാണ്. പിന്നെയോ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളാകുന്ന ഇന്ദ്രജാല ലീലകളിൽ രസിക്കുന്നയാളും അവിടുന്ന് തന്നെ, മായാവിനോദനും അവിടുന്ന് തന്നെ എന്നാണ്. ഒടുവിൽ മായാമോഹങ്ങളൊക്കെ അകറ്റി ശക്തിയെ ഒഴിച്ചുമാറ്റി മോക്ഷം അഥവാ അഖണ്ഡബോധസ്ഥിതി നേടിത്തരുന്നതും പരമപുരുഷനായി വർത്തിക്കുന്ന അങ്ങു തന്നെയാണ് എന്നാണ്. മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനും അങ്ങു തന്നെയാണ് എന്നാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് ഇവിടെ അർത്ഥമാകുന്നത്. അപ്പോൾ യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. ഉണ്ട് എന്ന തോന്നൽ മാത്രമാണ്, എന്നാൽ അത് ഉള്ളതല്ല. ഈ മായ കൊണ്ട് വിനോദിക്കുന്നവനും നീ തന്നെ. മായാവി എന്ന് പറഞ്ഞാൽ മായയെ സൃഷ്ടിക്കുന്നവൻ, മായ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നവൻ, മായാവിനോദൻ, മായ കാട്ടി വിനോദിപ്പിക്കുന്നവൻ എന്നാണ്. ഈ മായ എന്നതിന് വേദാന്ത ശാസ്ത്രം അതിബൃഹത്തായ വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. പൂർണ്ണമായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ വേദാന്ത ശാസ്ത്രം ഗഹനമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മായ എന്താണ് എന്ന് നോക്കാം. വേദാന്തം പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്ന മുഖ്യമായ സങ്കല്പമാണ് മായ. ബ്രഹ്മം മാത്രമാണ് പരമമായ സത്യം. ബ്രഹ്മത്തിനു മാത്രമേ അസ്തിത്വമുള്ളൂ. എങ്കിലും അസംഖ്യം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ വസ്തുക്കൾ അടങ്ങിയ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന അവസ്ഥയാണ് മായ എന്ന് പറയുന്നത്. ഇത് യാഥാർത്ഥ്യമെന്തെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ജ്ഞാനാന്വേഷിയിൽ ആത്മബോധോദയത്തിന്റെ ആദ്യ പടിയാണ് ഈ തിരിച്ചറിവ് എന്നാണ് പറയുക. ഈ കാണുന്നതെല്ലാം മായയാണ്, യഥാർത്ഥമായ സത്യം ഇതിനും അപ്പുറത്താണ് എന്ന തിരിച്ചറിവ് ആത്മബോധോദയത്തിന്റെ തുടക്കമാണ് എന്നാണ് പറയുക. മായാതത്വം അനുഭവതലത്തിൽ ബോധ്യമാവാൻ സാധാരണ നിലയിൽ നിന്ന് നമ്മുടെ സാധന കൂടുതലായി വികസിക്കേണ്ടതുണ്ട് എന്നാണ് ആധ്യാത്മിക ശാസ്ത്രം പറയുന്നത്. ചില സത്യങ്ങൾ, അത്ഭുതകരങ്ങളായിട്ടുള്ള ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒന്നുകൂടി ഉറപ്പിക്കണം, ദൃഢപ്പെടുത്തണം എന്നാണ് പറയുക. അതാണ് ഇവിടെ നീയല്ലോ മായയും എന്നാണ് പറയുന്നത്. ഈ മായയെ പ്രകടിപ്പിക്കുന്നതും നീയാണ് എന്നാണ്. ഈ മായയെ പ്രകടിപ്പിക്കുന്നവൻ മാത്രമല്ല, ഈ മായയിൽ വിനോദിക്കുന്നവനും നീയാണ്. നീയാണ് പല വേഷങ്ങളിൽ ഇവിടെ നടിക്കുന്നത്, ഇവിടെ അഭിനയിക്കുന്നത് എന്നാണ്. അതാണ് നമ്മൾ മുൻപേ കണ്ടത്. ഒന്നൊന്നായി തൊട്ട് എണ്ണി ബോധ്യപ്പെട്ട് അവസാന തിരിച്ചറിവിലെല്ലാം നീ മാത്രമാണ്, ഭഗവാൻ മാത്രമാണ് എന്ന ബോധത്തിൽ ചലനരഹിതമാകണം എന്ന് നമ്മൾ കണ്ടത്. അവിടെ ഒട്ടി നിൽക്കണമെന്നാണ്, നിശ്ചലമായി നിൽക്കണമെന്നുള്ളതാണ്. ആ ബോധത്തിലേക്ക് നാം എത്തുക എന്നുള്ളതാണ്. ഈ കാണുന്നതല്ല, അതിനപ്പുറത്തുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. ആ തിരിച്ചറിവിലേക്ക് എന്നെ നയിക്കണമേ, ഇങ്ങനെ കൈവിടാതെ മറുകര എത്തിക്കണമേ എന്നാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. നീ തന്നെയാണ് മായ. ഈശ്വരനിൽ നിന്ന് വേർപെട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ പലത് ഉള്ളതായ തോന്നൽ, അതായത് മായ, അതും ഈശ്വരൻ തന്നെയാണ് എന്നാണ് പറയുക. അതാണ് നീ തന്നെയാണ്, മായയും നീ തന്നെയാണ് എന്നാണ് ആചാര്യൻ പറയുന്നത്. അപ്പോൾ മായാവി എന്ന് പറഞ്ഞാൽ മായ ഉണ്ടാക്കുന്നവൻ, അതും ആരാണ്? അതും നീ തന്നെയാണ്. ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ജീവജാലങ്ങളുടെ ഉള്ളിൽ ജീവസ്വരൂപമായി ഇരുന്ന് ഈ സൃഷ്ടിയെ ആസ്വദിക്കുന്നവൻ,
അങ്ങ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിനെയെല്ലാം കണ്ട് ആസ്വദിക്കുന്നവൻ, വിനോദിക്കുന്നവൻ, അതും നീ തന്നെയാണ്. ഒരു നടനെപ്പോലെ ഭഗവാൻ പല പല വേഷങ്ങളിൽ അവതരിക്കുന്നു. തൻ്റെ യഥാർത്ഥ ഭാവം മാറ്റിവെച്ച് പലതായി വേഷമിടുന്നു, അതിൽ ആനന്ദിക്കുന്നു. അതാണ് ഇവിടെ മായാവിനോദൻ എന്നതുകൊണ്ട് ഗുരുദേവൻ അർത്ഥമാക്കുന്നത്. ഒരു സാധകനിൽ സത്യബോധം ഉദിക്കുന്നതോടെ മായ നീങ്ങിത്തുടങ്ങുമെന്നുള്ളതാണ്. ഈ കാണുന്നതിൻ്റെ അപ്പുറത്തുള്ള സത്യത്തെ കാണുവാനുള്ള അഭിവാഞ്ച ഉള്ളിൽ അങ്കുരിക്കുന്നതോടുകൂടി ആനന്ദത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങുമെന്നാണ്. സായുജ്യത്തിലേക്ക്, അതായത് മോക്ഷത്തിലേക്ക് ഉള്ള വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. തൻ്റെ ഉള്ളിൽ അറിവിൻ്റെ വെളിച്ചം നിറയും. അങ്ങനെ മായയെ നീക്കി സായുജ്യം തരുന്ന ആര്യനും, അതായത് ഗുരുവും നീ തന്നെയാണ് എന്നാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്കും നേടിയെടുക്കേണ്ടത് ഈ കാണുന്നതിൻ്റെ അപ്പുറത്തുള്ള സത്യബോധസ്ഥിതി എന്താണ് എന്നുള്ള അറിവിലേക്ക് പോകുവാനുള്ള ഒരു ബുദ്ധി നേടിയെടുക്കുക എന്നുള്ളതാണ്, തിരിച്ചറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനെ സ്വായത്തമാക്കാനുള്ള സാധനാ പദ്ധതികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥമായ ആനന്ദം കുടികൊള്ളുന്നത്. അതിലേക്ക് എത്തുന്ന സമയത്താണ് ഭഗവാൻ കൈപിടിച്ച് നമ്മെ മറുകര എത്തിക്കുക എന്ന് പറയുന്നത്. അതിനായിട്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്നുള്ളതാണ് ഗുരുദേവൻ ഇവിടെ അർത്ഥമാക്കുന്നത്.